വീഡിയോയിലൂടെ വിൻഡോസിലും ഉബുണ്ടുവിലും IP അഡ്രസ് എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്ന് നോക്കാം. നെറ്റ്വർക്ക് ഐക്കൺ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. ചേഞ്ച് അഡാപ്റ്റർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻസ് കാണാം. ഇവിടെ നോക്കിയാൽ വൈഫൈ നെറ്റ്വർക്കിലാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് നോക്കാം. രണ്ട് ടൈപ്പ് അഡ്രസ്സുകൾ കാണാം. ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും. ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സും ലോജിക്കൽ അഡ്രസ് എന്നത് സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സും. ഇവിടെ ഫിസിക്കൽ അഡ്രസ് ഇതാണ്, ലോജിക്കൽ അഡ്രസ് ഇതാണ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി ഇതിൽ പ്രോപ്പർട്ടീസിൽ പോവുകയാണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പില് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ കാണാൻ പറ്റും. IP വേർഷൻ 4 ഉം IP വേർഷൻ 6. IP വേർഷൻ 4 എന്ന് പറയുന്നത് 32 ബിറ്റ് ഡെസിമൽ നൊട്ടേഷൻ ആണ്. IP വേർഷൻ 6 എന്ന് പറയുന്നത് 128 ബിറ്റ് ഹെക്സാഡെസിമൽ നൊട്ടേഷൻ. IP വേർഷൻ 4 8 ബിറ്റ് വീതമുള്ള 4 പോർഷനായിട്ട് ഡോട്ട് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തു. ഓരോ പോർഷന് ഒക്ടറ്റ് എന്നാണ് പറയുന്നത്. കണക്ട് ചെയ്യാത്തൊരു നെറ്റ്വർക്ക് പ്രോപ്പർട്ടീസിലേക്ക് പോകാം. ഇവിടെ IP വേർഷൻ 4 ഉം IP വേർഷൻ 6 ഉം ഉണ്ട്. അപ്പൊ IP വേർഷൻ 4 നമ്മുടെ ബിസിനസ് നെറ്റ്വർക്കും ഹോം നെറ്റ്വർക്കും ഒക്കെ ഇപ്പോഴും IP വേർഷൻ 4 ആണ് ഉപയോഗിക്കുന്നത്. IP വേർഷൻ 6 ഇൻഡസ്ട്രിയൽ നെറ്റ്വർക്കുകളിൽ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് IP വേർഷൻ 4 സെലക്ട് ചെയ്യാം. എന്നിട്ട് പ്രോപ്പർട്ടീസ് എടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ടിക്ക് ഓഫായി കിടക്കുകയാണെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫായി കിടക്കും. ഇവിടെ ടിക്ക് കൊടുക്കുക, പ്രോപ്പർട്ടീസ്. അപ്പൊ IP കോൺഫിഗറേഷൻ നമുക്ക് മാനുവലായും ചെയ്യാം, ഓട്ടോമാറ്റിക് ആയിട്ടും ചെയ്യാം. ഓട്ടോമാറ്റിക്കായി ഒബ്റ്റെയിൻ ആൻഡ് IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി ചെയ്താൽ അതാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് IP അഡ്രസ് സെറ്റ് ആയിക്കോളും. ഇനി യൂസ് ദ ഫോളോയിങ് IP അഡ്രസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് IP അഡ്രസ് മാനുവലായിട്ട് എൻ്റർ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ഈ 3 കാര്യങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടത്: IP അഡ്രസ്, സബ്നെറ്റ് മാസ്ക്, ഡിഫോൾട്ട് ഗേറ്റ്വേ. രണ്ട് തരത്തിലുള്ള IP അഡ്രസ്സുകളാണ്, രണ്ട് ടൈപ്പ് IP അഡ്രസ്സുകളുണ്ട്. ഒന്ന് പ്രൈവറ്റ് IP യും പബ്ലിക് IP. പ്രൈവറ്റ് IP LAN നെറ്റ്വർക്കിലാണ് യൂസ് ചെയ്യുന്നത്. പബ്ലിക് IP പബ്ലിക് നെറ്റ്വർക്ക്. പ്രൈവറ്റ് IP അസൈൻ ചെയ്യുന്നത് LAN അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ പബ്ലിക് IP അസൈൻ ചെയ്യുന്നത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയിരിക്കും. പ്രൈവറ്റ് IP എന്ന് പറയുന്നത് ഒരു LAN-ൽ യുണീക്ക് ആയിരിക്കും. പബ്ലിക് IP ഗ്ലോബലി യുണീക്ക് ആയിരിക്കും. പ്രൈവറ്റ് IP ഫ്രീ ഓഫ് ചാർജ് ആണ്. പബ്ലിക് IP കോസ്റ്റ് അസോസിയേറ്റഡ് ആണ്. ഇവിടെ 2-3 ക്ലാസ്സുകളിലുള്ള IP അഡ്രസ്സുകളാണ് തന്നിരിക്കുന്നത്. അതിന്റെ റേഞ്ച് ആണ്.
ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി. ഇനി നമുക്ക് IP4 അഡ്രസ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലെ ഒരു കമ്പ്യൂട്ടറിനെ മറ്റ് കമ്പ്യൂട്ടർക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള അഡ്രസ്സാണ്. IP4 അഡ്രസ് എന്ന് പറയുന്നത് ഡോട്ടഡ് ഡെസിമൽ റെപ്രസെന്റേഷൻ ആയിട്ടാണ് ഇതൊരു ക്ലാസ് സി IP അഡ്രസ് ആണ്. നമുക്കിത് എൻ്റർ ചെയ്ത് കൊടുക്കാം. 192.168.2.18. ഇനി അടുത്തത് സബ്നെറ്റ് മാസ്ക് ആണ്. IP അഡ്രസ് ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളുടെ IP അഡ്രസ്സിലെ ഹോസ്റ്റ് പോർഷനും നെറ്റ്വർക്ക് പോർഷനും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് സബ്നെറ്റ് മാസ്ക് സഹായിക്കുന്നത്. ഇവിടെ ഈ IP അഡ്രസ്സിലെ ആദ്യത്തെ 3 ഒക്ടറ്റുകൾ അത് നെറ്റ്വർക്ക് പോർഷനാണ്. അവസാനത്തെ 4ാമത്തെ ഒക്ടറ്റ് എന്ന് പറയുന്നത് ഹോസ്റ്റ് പോർഷനാണ്. ഇത് 1 മുതൽ 254 വരെയാണ്. IP അഡ്രസ് പോലെ സബ്നെറ്റ് മാസ്കും 32 ബിറ്റ് ലെങ്ത് ആണ്. അതുപോലെ അത് റെപ്രസെന്റ് ചെയ്യുന്നതും IP അഡ്രസ് പോലെ തന്നെയാണ്. ഡോട്ടഡ് ഡെസിമൽ റെപ്രസെന്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. IP അഡ്രസിന്റെ ഓരോ ബിറ്റിനും സബ്നെറ്റ് മാസ്ക് ഓരോ ബിറ്റ് നൽകും. ഓരോ ബിറ്റിനും സബ്നെറ്റ് മാസ്ക് ഓരോ ബിറ്റ് നൽകും. IP ബിറ്റ് നെറ്റ്വർക്കിന്റെ ഭാഗമാണെങ്കിൽ, നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുള്ള ബിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 ഭാഗമാണെങ്കിൽ സബ്നെറ്റ് മാസ്ക് ഓൺ ആവും. IP ബിറ്റ് നെറ്റ്വർക്കിന്റെ ഭാഗം അല്ല എങ്കിൽ സബ്നെറ്റ് മാസ്ക് ഓഫ് ആകും. ഡോട്ട് ഡെസിമൽ നൊട്ടേഷനിൽ 1 മുതൽ 255 വരെയുള്ള വാല്യൂ ഏതെങ്കിലും ഓൺ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഓഫിന് 0 റെപ്രസെന്റ്. സബ്നെറ്റ് മാസ്ക് ഇല്ലാത്ത IP അഡ്രസ് എന്ന് പറയുന്നത് അവ്യക്തമായ ഒരു IP അഡ്രസ് ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സിയിലെ സബ്നെറ്റ് മാസ്കുകൾ നോക്കാം. ഇത് ഡിഫാൾട്ട് വാല്യൂസ് ആണ്. ഇനി ക്ലാസ് എയിലാണെങ്കിൽ ആദ്യത്തെ ബൈറ്റ് മാത്രമാണ് നെറ്റ്വർക്ക് ID. ബാക്കി 3 ബൈറ്റുകൾ ഹോസ്റ്റ് ID. അപ്പോൾ ഹോസ്റ്റ് ID വരുന്ന പോർഷൻസ് എല്ലാം സബ്നെറ്റ് മാസ്ക് 0 ആയിരിക്കും കാണിക്കുന്നത്. നെറ്റ്വർക്ക് ID വരുന്ന സ്ഥലത്ത് 1 to 255 വരെയുള്ള ഏതെങ്കിലും ഡെസിമൽ വാല്യൂസ് ആയിരിക്കും കാണിക്കുന്നത്. ഇവിടെ നോക്കിയാൽ ക്ലാസ് എയിലുള്ള ഒരു IP അഡ്രസ് ആണ് 10.10.10.10 പറയുന്നത്. അതിൽ ഫസ്റ്റ് ബിറ്റ് മാത്രമാണ് നെറ്റ്വർക്ക് പോർഷനിൽ വരുന്നത്. അപ്പോൾ അവിടെ നോക്കിയാൽ സബ്നെറ്റ് മാസ്ക് 255. ബാക്കിയെല്ലാം ഹോസ്റ്റ് ID ആണ്. അത് 3 0 ആയിരിക്കും. ഇനി ക്ലാസ് ബിയിലെ ഒരു IP അഡ്രസ് ആണെങ്കിൽ ആദ്യത്തെ 2 ബിറ്റുകളും നെറ്റ്വർക്ക് ID ആയിരിക്കും. അവസാനത്തെ 2 ബിറ്റുകൾ ഹോസ്റ്റ് ID ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 2 ബൈറ്റുകളിൽ വരുന്നത് 255, 255. അത് നെറ്റ്വർക്ക് പോർഷനാണ്. അവസാനത്തെ 2 ഡെസിമൽ പോർഷനിൽ വരുന്നത്
0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി അടുത്ത് ക്ലാസ് സി ആണെങ്കിൽ ക്ലാസ് സിയിൽ ആദ്യത്തെ 3 എണ്ണവും നെറ്റ്വർക്ക് ഐ ഡി ആയിരിക്കും, അവസാനത്തത് മാത്രമാണ് ഹോസ്റ്റ് ഐ ഡി പോർഷനിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ 3 എണ്ണത്തിന് 255ഉം അവസാനത്തെ ഹോസ്റ്റ് ഐ ഡി വരുന്ന ഭാഗത്ത് മാത്രം 0. ഇതെല്ലാം ഇതിന്റെ ഡിഫാൾട്ട് വാല്യൂസ് ആണ് സബ്നെറ്റ് മാസ്ക്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ സബ്നെറ്റ് മാസ്കിന്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഡിഫാൾട്ട് വാല്യൂകളെല്ലാം അവിടെ വന്നു. ഇപ്പൊ ക്ലാസ് സിയിലുള്ള ഐ പി അഡ്രസ് ആണ് നമ്മൾ കൊടുത്ത. ക്ലാസ് സിയിൽ നോക്കിയാൽ ആദ്യത്തെ 3 എണ്ണവും നെറ്റ്വർക്ക് ഐ ഡി ആണ്. ആദ്യത്തെ 3 ബൈറ്റുകൾ നെറ്റ്വർക്ക് ഐ ഡിയിൽ വരുന്നതാണ്. ആ 3 എണ്ണവും വാല്യൂസ് ഉണ്ട്. അവസാനത്തെ ബൈറ്റ് 4ാമത്തെ ബൈറ്റ് മാത്രമാണ് ഹോസ്റ്റ് ഐ ഡി വരുന്നത്, അത് 0. ഓക്കെ, ഇനി ഡിഫോൾട്ട് ഗേറ്റ്വേ. ഇവിടെ നോക്കിയാൽ ഒരു സബ്നെറ്റ് കാണാം. ഇവിടുത്തെ ഒരു ക്ലാസ് ഐ പി അഡ്രസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 3 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ളത് കാണാം. ഇനി ഇതിൽ നോക്കിയാൽ ഇതിന് നെറ്റ്വർക്ക് പോർഷൻ എന്ന് പറയുന്നത് ഇത് 3 എണ്ണത്തിലും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു നെറ്റ്വർക്കിലുള്ള സിസ്റ്റങ്ങളാണ്. ഇതിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് പോർഷൻ സെയിം ആയതുകൊണ്ട് തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേറെ നെറ്റ്വർക്ക് നോക്കാം. ഇവിടെ 192.168.2 ആണ്. അടുത്ത് നോക്കിയാൽ ഇതിന്റെ നെറ്റ്വർക്ക് പോർഷൻസ് നോക്കിയാൽ ആദ്യത്തെ 3 ക്ലാസ് സി തന്നെയാണ്. ഇതിന്റെ ആദ്യത്തെ 3 എണ്ണം നെറ്റ്വർക്ക് പോർഷനും അവസാനത്തെ ഹോസ്റ്റ് പോർഷനുമാണ്. ഈ ആദ്യത്തെ 3 എണ്ണം 192.168.1 ആണ്. അത് 3 കമ്പ്യൂട്ടറിന് സെയിം ആണ്. അപ്പൊ ഇതിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ ഈ 2 നെറ്റ്വർക്കും കൂടെ നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 192.168 രണ്ടും ക്ലാസ് സി തന്നെയാണ്. പക്ഷെ ഇതിന്റെ നെറ്റ്വർക്ക് ഐ ഡി രണ്ടും ഡിഫറെന്റ് ആണ്. 192.168.1 ആണ്, 192.168.2 ആണ് ഇതിന്റെ നെറ്റ്വർക്ക് ഐ ഡി. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഈ 2 സബ്നെറ്റും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു നെറ്റ്വർക്ക് ഹാർഡ്വെയർ വേണ്ടി വരും. ഇതിനെയാണ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഗേറ്റ്വേ സിമ്പിൾ ആയിട്ട് ഒരു നെറ്റ്വർക്കിനെ മറ്റൊരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ ക്ലാസ് സിയിലുള്ള ഒരു ഐ പി അഡ്രസ് ആയിരിക്കും ഈ നെറ്റ്വർക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന 192.168. ഏതെങ്കിലും ഒരു വാല്യൂ 1 to 254 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും ഇതിന്റെ ഓരോന്നിന്റെ. എല്ലാത്തിനും സെയിം ആയിരിക്കില്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ആയിരിക്കും. അതുപോലെ ഇവിടെ നോക്കിയാൽ 192.168.1 തുടങ്ങുക. ഈ ലാസ്റ്റ് ഹോസ്റ്റ് ഐ ഡിന്റെ പോർഷൻ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ഐ പി അഡ്രസ്സുകൾ, ഇതിന്റെ ഐ പി അഡ്രസ്. ഇത് രണ്ടിന്റെ നെറ്റ്വർക്ക് പോർഷൻസ് ഡിഫറെന്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിനെ കണക്ട് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇതിന് 2 നെറ്റ്വർക്കും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു റൂട്ടർ. ഈ റൂട്ടർ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ സബ്നെറ്റ് 1 റൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർഫേസും ഉണ്ടാവും, സബ്നെറ്റ് 2 റൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഇന്റർഫേസും ഉണ്ടാവും. ഈ ഇന്റർഫേസുകളെ ഈ സബ്നെറ്റ് 1 കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ നെറ്റ്വർക്ക് ഐ ഡി അനുസരിച്ചുള്ള ഒരു ഐ പി അഡ്രസ് ഈ ഇന്റർഫേസിന് കൊടുക്കുന്നു. ഇതിന്റെ നെറ്റ്വർക്ക് ഐ ഡിക്ക് അനുസരിച്ചുള്ള ഒരു ഐ ഡി ഈ ഇന്റർഫേസിന് കൊടുക്കും. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവിടെ സബ്നെറ്റ് 1 ആണ് നമ്മൾ ഇത്രയും നേരം വരെ ചെയ്തുകൊണ്ട് വന്നത്, 192.168.2. അപ്പൊ ഇതിന്റെ ഡിഫോൾട്ട് ഗേറ്റ്വേ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ 192 ഇതിന്റെ നെറ്റ്വർക്ക് ഐ ഡി ആയ 192.168.2 അത് തന്നെ ഇവിടെയും ഡിഫോൾട്ട് ഗേറ്റ്വേക്ക് കൊടുക്കും. 192
ഡോട്ട് 168.2. ഇനി ഇതിൽ ഉപയോഗിക്കാത്ത ഒരെണ്ണം 254 വരെ വരുന്ന ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കണം ഇവിടെ ലാസ്റ്റ് കൊടുക്കുക. നമുക്കൊരു 100 കൊടുക്കാം. ഇവിടെയാണ് കൊടുക്കണമെങ്കിൽ 192.168.1 കൊടുത്തിട്ട് ഏതെങ്കിലും ഇത് കൊടുക്കാത്ത ഒരു വാല്യൂ ഇനി കൊടുക്കുക. അപ്പൊ ഇതായിരിക്കും ഈ നെറ്റ്വർക്കിന്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഇതായിരിക്കും ഇതിന്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഇതായിരിക്കും. ഇത് കൊടുത്ത് ഓക്കെ കൊടുത്താൽ നമുക്ക് ഇതിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓക്കെ കൊടുത്താൽ ക്ലോസ് ചെയ്താൽ ഇനി നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻസിലേക്ക് നമ്മൾ പോയത്. ഇവിടെ നെറ്റ്വർക്ക് ഐക്കണിന് ഡബിൾ ക്ലിക്ക് ചെയ്താണ്, റൈറ്റ് ക്ലിക്ക് ചെയ്താണ് നമ്മൾ നെറ്റ്വർക്ക് കണക്ഷൻസിലേക്ക് പോയത്. ഇതിന് പകരം നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ, വിൻഡോ ബട്ടണിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൺ സെലക്ട് ചെയ്യുക. റൺ സെലക്ട് ചെയ്തിട്ട് ncpa.cpl എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്താൽ നമുക്ക് നേരെ നെറ്റ്വർക്ക് കണക്ഷൻസിലേക്ക് പോകാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് ഇതെടുക്കാൻ പറ്റും. ഇനി നമുക്ക് സെറ്റ് ചെയ്ത വാല്യൂ കാണണമെങ്കിൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിലേക്ക് പോകണം. അപ്പോൾ വിൻഡോ ബട്ടൺ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് cmd എന്ന് ടൈപ്പ് ചെയ്യുക. cmd ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ കമാൻഡ് പ്രോംപ്റ്റിലേക്ക് പോകും. ഇവിടെ നമ്മൾ IP config എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത നമ്മുടെ IP അഡ്രസ്, ഇവിടെ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് വേറൊരു വൈഫൈ നെറ്റ്വർക്കാണ്, അതിൻ്റെ IP അഡ്രസ്സാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആ നെറ്റ്വർക്കിലല്ല ചെയ്തത്, നമ്മൾ മാറ്റി ചെയ്തുകൊണ്ടാണ് ഇവിടെ അഡ്രസ്സ് നോക്കിയാൽ IP4 അഡ്രസ്സ് വേറെ മാറിക്കിടക്കുന്നത്. ഇത് നമ്മൾ ഈ നെറ്റ്വർക്കിലല്ല നമ്മൾ ചെയ്തത്, നമ്മൾ കണക്ട് ചെയ്യാത്ത ഒരെണ്ണത്തിലാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഈ മാറ്റം. അല്ല എങ്കിൽ നമുക്ക് ഇത് തന്നെ കിട്ടിക്കോളും. ഓക്കെ. ഇതുവരെ നമ്മൾ പഠിച്ചത് വിൻഡോസ് സിസ്റ്റത്തിൽ IP അഡ്രസ് എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നാണ്. ഇനി നമുക്ക് ഒരു ലിനക്സ് സിസ്റ്റത്തിൽ IP അഡ്രസ് എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്ന് നോക്കാം. ഇതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് ഉബുണ്ടു 20.04 ആണ്. ഉബുണ്ടുവിൻ്റെ എല്ലാ വേർഷനിലും നമുക്ക് ഇങ്ങനെ തന്നെ IP കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അതിനായി നമ്മൾ അപ്പർ റൈറ്റ് കോർണറിലുള്ള ഓപ്ഷൻസിൽ നിന്നും സെറ്റിംഗ്സ് ഓപ്ഷൻ എടുക്കണം. സെറ്റിംഗ്സ് വിൻഡോയിൽ നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ വയേർഡ് കണക്ഷനിൽ സെറ്റിംഗ്സ് എംബ്ലം കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ വയേർഡ് കണക്ഷൻസിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് IP അഡ്രസ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഐഡന്റിറ്റി ടാബ് ക്ലിക്ക് ചെയ്താൽ ഈ കണക്ഷൻ്റെ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡിഫോൾട്ടായി കിടക്കുന്നത് വയേർഡ് കണക്ഷൻ 1 എന്നാണ്. ഞാനിത് ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി നമുക്ക് IP വേർഷൻ 4 ടാബ് ക്ലിക്ക് ചെയ്ത് IP അഡ്രസ് സെറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക് ആണ് കിടക്കുന്നതെങ്കിൽ മാനുവൽ സെലക്ട് ചെയ്ത് മാനുവലായി IP അഡ്രസ് സെറ്റ് ചെയ്യാം. നേരത്തെ കൊടുത്തതുപോലെ IP അഡ്രസ് നെറ്റ് മാസ്ക് ഗേറ്റ് വേ ആണ് കൊടുക്കേണ്ടത്. നേരത്തെ കൊടുത്ത IP അഡ്രസ് ആയ 192.168.2.180 ഇത് കൊടുക്കുക. നെറ്റ് മാസ്ക് നേരത്തെ കൊടുത്ത 255.255.255.0 എൻ്റർ ചെയ്യാം.
അതുപോലെ ഡിഫാൾട്ട് ഗേറ്റ്വേ നേരത്തെ കൊടുത്ത 192.168.2.100 എന്ന് കൊടുത്ത് ഈ വിൻഡോയുടെ റൈറ്റ് ടോപ്പിൽ കാണുന്ന അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത്രയും ചെയ്താൽ IP അഡ്രസ് മാനുവലായി സെറ്റ് ആവും. വീണ്ടും സെറ്റിങ്ങിൽ IP വേർഷൻ 4 നോക്കിയാൽ ഇത് ചെക്ക് ചെയ്യാൻ കാണിക്കും. നമ്മൾ കൊടുത്ത IP അഡ്രസ് ഇവിടെ കാണാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടെർമിനൽ എടുത്ത് ifconfig എന്ന കമാൻഡ് ഉപയോഗിച്ച് IP അഡ്രസ് കാണാവുന്നതാണ്. ഈ സിസ്റ്റത്തിൽ വയേർഡ് കണക്ഷൻ കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ് വേറെ IP അഡ്രസ് കാണിക്കുന്നത്. ഇവിടെ എൻ്റെ വൈഫൈയുടെ IP അഡ്രസ് ആണ് കാണിക്കുന്നത്. വയേർഡ് കണക്ഷൻ കണക്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന IP അഡ്രസ് കാണാൻ സാധിക്കും.